your phone and didn't contact anybody for a week, who would be looking for you? എയർപോർട്ട് തിയറി എന്ന് പറയുന്ന മനോഹരമായ ഒരു തിയറി ഉണ്ട്. നമ്മൾ ഒരു എയർപോർട്ടിൽ എന്താണ് കാണുന്നത്? ചിലര് വരുന്നു, ചിലര് പോകുന്നു, ചിലര് കുറച്ചു സമയം മാത്രം കാത്തിരിക്കുന്നു, ചിലർ ആ യാത്രയിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരാളായി മാറുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഒരു വലിയ എയർപോർട്ടിന് സമാനമായത്. ഓരോ മനുഷ്യരും ഒരു ഫ്ലൈറ്റ് പോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചിലർ നമ്മളെ പുതിയ ചില സന്തോഷങ്ങളിലേക്ക് കൊണ്ടുവരും. ചിലരുടെ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വേദനാജനകമായ ഒരു പാഠമായി മാറും. ഇനി ചിലരാകട്ടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ എയർപോർട്ടിലേക്ക് വരുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിലും ഇത് സമാനമായ പ്രത്യേകതകൾ കാണാം. ജീവിതത്തിലെ സുഹൃത്തുക്കള് പലതരത്തിലുള്ളവരാണ്. ചില സുഹൃത്തുക്കള് ഒരു ചെറിയ യാത്ര പോലെ വളരെ കുറച്ച് സമയം മാത്രം നമ്മളുടെ കൂടെ ഉണ്ടാകും. ചിലരാകട്ടെ ഒരു ദീർഘയാത്ര പോലെ കുറേ വർഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ ഒരു യഥാർത്ഥ സുഹൃത്ത് നമ്മളുടെ കൂടെ അറൈവൽ ഗേറ്റിൽ മാത്രം നിൽക്കുന്ന ഒരാളായിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് ഡിപ്പാർച്ചർ ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാകും. സന്തോഷത്തിൽ കൈയടിക്കുന്നവർ മാത്രമല്ല, വേദനയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ പറയും, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. ഒരു എയർപോർട്ടിലെ എല്ലാ ഫ്ലൈറ്റുകളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ചിലത് വൈകും, ചിലത് റദ്ദാകും, ചിലത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ജീവിതവും അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന ചിലര് നമ്മളെ വിട്ടു പോകാം. പക്ഷെ അവര് നൽകിയ ജീവിതപാഠം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ആരെങ്കിലും അങ്ങനെ നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ജീവിതം അവസാനിച്ചു എന്നല്ല അതിനർത്ഥം. നമ്മളുടെ ജീവിതയാത്ര തുടങ്ങാനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് തുടങ്ങാനുള്ള സമയമായി എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ജീവിതവും നമ്മളുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു അറൈവൽ ഹാൾ പോലെയാണ്. എയർപോർട്ടിൽ നമുക്ക് എല്ലാവരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അല്ലെ? ചിലര് വരും, ചിലര് പോകും, പോകേണ്ടവർ പോകും, വരേണ്ടവർ വരും. പക്ഷെ നമ്മുടെ യാത്ര നമ്മൾ നിർത്താൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഫ്ലൈറ്റ് ചിലപ്പോൾ ഏറ്റവും മുമ്പിലായിരിക്കാം. എയർപോർട്ട് തിയറി നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ യാത്ര നമ്മൾ തുടരുക തന്നെ ചെയ്യുക. ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരും. അതൊരു പുതിയ ഫ്ലൈറ്റ് വന്ന പോലത്തെ ഒരു അനുഭവമായിരിക്കും നമുക്ക് സമ്മാനിക്കുക. പുതിയ പ്രതീക്ഷകള്, പുതിയ സ്വപ്നങ്ങള്, പുതിയ സന്തോഷങ്ങള്. അപ്പൊ നമ്മൾ കരുതും ഈ യാത്രയുടെ അവസാന സ്റ്റോപ്പ് വരെ നമ്മൾ ഈ ഒരാളുടെ കൂടെയായിരിക്കും യാത്ര ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷെ ചിലപ്പോ ആ വ്യക്തി ശരിക്കും പറഞ്ഞ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോലെ ആയിരിക്കും. അയാൾ വരും, മനോഹരമായ കുറെ ഓർമ്മകൾ തരും, പിന്നീട് മാഞ്ഞു പോകും. കുറെ കാലത്തേക്ക് ആ വേദന നമ്മളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ പിന്നീടുള്ള യാത്രയില്, ഒറ്റയ്ക്കുള്ള യാത്രയില് കൂടുതൽ ശക്തി നേടിയതുപോലെയാണ് മനസ്സിലാക്കുക. എന്നാൽ ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അവർ അങ്ങനെയല്ല, അവരൊരു ലൈഫ് ടൈം പാസഞ്ചർ പോലെയാണ്. കാലാവസ്ഥ എത്ര മോശമായാലും, വിമാനം വൈകിയാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ നമ്മളുടെ കൂടെ തന്നെ ഇരിക്കും. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഏതൊക്കെ സിറ്റുവേഷനിലും നമ്മളെ കൈവിടാത്ത ഒരാളുടേതാണ്. ബൈ ദ വേ, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. www.wonderhealth.in എന്ന് പറയുന്ന നമുക്കൊരു സൈറ്റും ഉണ്ട്. മാത്രമല്ല ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് പ്രൊഡക്റ്റുകളും ഓർണമെന്റ്സും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഹാൻഡ് ചെയിൻ, ഹാൻഡ് ക്ലച്ച് എന്ന് പറയാം. ഇത് എന്തൊരു ഭംഗിയുള്ള ക്ലാസി ടൈപ്പ് ആണെന്ന് നോക്കിക്കോളൂ. ഇത്തരത്തിൽ മനോഹരമായ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരം പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ നമ്പറിലേക്ക്, എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇത് മാത്രമല്ല ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് നമുക്ക് വാട്സ്ആപ്പിൽ കൂടുതലായിട്ട് പരിചയപ്പെടാം. ബൈ ബൈ.